നമസ്കാരം. ഒരു വർഷത്തിന് ശേഷം കേരള സ്റ്റോറി വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുന്നു. ഇടുക്കി രൂപതയിലെ വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് ക്രൈസ്തവ കുട്ടികൾക്ക് മാത്രമായി കാണിച്ച ഈ സിനിമയെ കേരളത്തിലെ പൊതുസുരക്ഷയെ ബാധിക്കുന്ന മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയമാക്കി ഈ രാഷ്ട്രീയ നേതാക്കളും സംഘടനകളും മാറ്റുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലെ സെൻസർ ബോർഡ് അംഗീകാരം നൽകി ഇന്ത്യ മുഴുവൻ പ്രദർശിപ്പിച്ച ദൂരദർശനിൽ വന്ന ഈ കേരള സ്റ്റോറി എന്ന സിനിമ ഒരു രൂപതയോ സംഘടനയോ തങ്ങളുടെ അംഗങ്ങളായവർക്ക് പ്രദർശിപ്പിക്കുന്നതിൽ എന്ത് രാജ്യദ്രോഹമാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ കാണുന്നത്? ആരെയും നിർബന്ധിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമല്ല ഈ സിനിമ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അവസരം വന്നപ്പോൾ കുട്ടികളെ കാണിക്കാൻ തീരുമാനിച്ചതിൽ എന്ത് പ്രശ്നമാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉള്ളത്? 10 വോട്ട് കൂടുതൽ കിട്ടാൻ എന്ത് അല്പത്തരവും പറയാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ തുനിഞ്ഞിറങ്ങും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് കേരള സ്റ്റോറി വൻ വിവാദമായതിന് പിന്നിൽ കണ്ടത്. ഭാരതത്തിൻ്റെ മതേതരത്വം തകർന്നു എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഇടതു വലത് മുന്നണി നേതാക്കളാണ് ക്രൈസ്തവർ ഒരു സിനിമ തങ്ങളുടെ കുട്ടികളെ കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു രൂപതയെയും ക്രൈസ്തവരെയും വളഞ്ഞിട്ട് ആക്രമിച്ചത്. എന്ത് മതസ്വാതന്ത്ര്യമാണ് ഭാവിയിൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ക്രൈസ്തവർക്ക് നൽകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ചെറു പതിപ്പാണ് ഈ വിഷയത്തിലൂടെ നമ്മൾ കണ്ടത്. നാളെ നമ്മൾ എന്ത് കാണണം, എപ്പോൾ, എങ്ങനെ, എന്തിൽ വിശ്വസിക്കണമെന്നും കൂടി ഈ നേതാക്കന്മാർ ആയിരിക്കുമോ തീരുമാനിക്കുന്നത് എന്ന് നാം കണ്ടറിയണം. ഇടുക്കി രൂപത ഒരു സിനിമ മുതിർന്ന കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തതിൻ്റെ പേരിൽ കുരുപൊട്ടി കരയുന്നവർ മറ്റു മതത്തിലുള്ളവരെ ഇസ്ലാമിലേക്ക് മതം മാറ്റുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്ന് 8 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും എന്തെങ്കിലും എതിർത്തു പറയാനോ പ്രതിഷേധിക്കാനോ കണ്ടില്ല എന്നതും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. കേരള സ്റ്റോറി വിവാദമായിട്ട് 1 വർഷമായി. ഈ സിനിമ ഇവിടെ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ സിനിമ പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ ഇടതു വലത് രാഷ്ട്രീയ സംഘടനകൾ വരുത്തിയ ഭീകരാന്തരീക്ഷമല്ലാതെ മറ്റ് ഒരു അക്രമം പോലും കേരളത്തിൽ നടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ തീവ്രവാദം നടക്കുന്നുണ്ട് എന്നും അത് ലോകത്തിലെ ഒരു പ്രത്യേക മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ മതത്തിലെ തീവ്ര ചിന്താഗതിക്കാരാണ് കൂടുതൽ നടത്തുന്നത് എന്നതും പകൽ പോലെ വ്യക്തമാണ്. നമ്മുടെ ഈ കേരളത്തിലും അതിൻ്റെ കണ്ണികൾ പ്രവർത്തിക്കുന്നു എന്നത് ഇവിടുത്തെ ഓരോ നിയമ സംവിധാനങ്ങൾക്കും തെളിവ് സഹിതം കിട്ടിയിട്ടുള്ള വിവരങ്ങളുമാണ്. അതല്ലാതെ കേരളത്തിൽ ചില പെൺകുട്ടികൾ ഒരു പ്രത്യേക മതസ്ഥരെ പ്രണയിച്ചു കെട്ടി സിറിയയിലേക്ക് ടൂറ് പോയതല്ലെന്ന് തലയിൽ കളിമണ്ണ് ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ കേരളത്തിൽ നിന്നും കാണാതെ പോയ ജസ്ന മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും മനസ്സിലാക്കാൻ സാധിക്കാതെ വട്ടം തിരിയുകയാണ് അന്വേഷണ സംഘങ്ങൾ. ഇത്രയൊക്കെ തെളിവുകൾ മുമ്പിലുള്ളപ്പോൾ സർക്കാർ ലവ് ജിഹാദ് എന്നൊരു പേര് വിളിക്കുന്നില്ല എന്ന കാരണത്താൽ ഇതെല്ലാം ലവ് ജിഹാദ് അല്ലാതെ ആകുമോ? ഇതെല്ലാം കാണുമ്പോൾ തങ്ങളുടെ കുട്ടികൾ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയമുള്ള മാതാപിതാക്കൾ കുട്ടികളെ കേരള സ്റ്റോറി കാണിച്ചു നിരിക്കും. ഇവിടെ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്താം, അക്രമത്തിനെതിരെ ബോധവൽക്കരണം നടത്താം. പക്ഷേ തീവ്രവാദത്തിനെതിരെ ബോധവൽക്കരണം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ISIS തീവ്രവാദികളുടെ ഭാഗമായി തീരാൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം പേർ പുറപ്പെടാൻ തയ്യാറാവുകയും ചെയ്തിരുന്നുവെന്ന് മുൻ DGPമാരുടെയും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെയും വെളിപ്പെടുത്തലും അതിന് തെളിവായി സിറിയൻ മണ്ണിലും അഫ്ഗാൻ ജയിലിലുമുള്ള മലയാളികളുടെ സാന്നിധ്യമുണ്ട് എന്നത് ആരും അത്ര വേഗം മറക്കാൻ പാടില്ല. ഇന്നിൻ്റെ ചതിക്കുഴികളെ വളരെ വ്യക്തമായി തന്നെ എടുത്തു കാണിക്കുന്ന ഈ സിനിമ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിമുകളുമൊക്കെ കാണേണ്ടതാണ്. കാരണം ഇത് തീവ്രവാദത്തിന് എതിരെയും പ്രണയം നടിച്ചുള്ള ചതിക്കുഴികൾക്ക് എതിരെയുമുള്ള പോരാട്ടമാണ്. ഒരു സമുദായത്തെ മുഴുവൻ മോശക്കാരായി ചിത്രീകരിക്കുന്ന സിനിമ എന്ന ആരോപണത്തെ ഉൾക്കൊള്ളാൻ ആർക്കും ആകില്ല. എന്തൊക്കെയായാലും കേരള സ്റ്റോറി കണ്ടതിൻ്റെ പേരിൽ ഈ ഭാരതത്തിൽ ഒരു അക്രമം പോലും നടന്നിട്ടില്ല. എന്നിട്ടും കേരള സ്റ്റോറിക്ക് നേരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ കുര കാണുമ്പോൾ അത് കേരളത്തിൽ ഏത് തരത്തിലുള്ള തീവ്രവാദം നടന്നാലും ശരി ഈ പ്രത്യേക മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമയും നാടകവും ഒരു പുസ്തകങ്ങളും ഞങ്ങൾ കേരളത്തിൽ ഇറക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്ത പോലെ തോന്നുന്നു. ഈ പ്രത്യേക മതമെന്ന് എടുത്തു പറഞ്ഞത് 1 വർഷം മുമ്പ് കന്യാസ്ത്രീകളെയും സഭയെയും അപമാനിക്കുന്ന കക്കുകളി എന്ന നാടകം കേരളം മുഴുവൻ നടന്ന് പാർട്ടി ചെലവിൽ പ്രദർശിപ്പിച്ചു നടന്നവരാണ്
ഇപ്പോൾ സഭയുടെ ഉള്ളിൽ സഭാമക്കൾക്ക് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചപ്പോൾ മതസ്പർദ്ധ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. കക്കുകളി എന്നത് അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു. എന്നാൽ കേരള സ്റ്റോറി എന്നത് മറ്റൊന്നും. എന്തായാലും പാനൂരിലെ പാർട്ടി അടിമകൾ ഉണ്ടാക്കിയ ബോംബ് പൊട്ടി ജീവൻ പോയതും പരുക്ക് പറ്റിയതുമെല്ലാം ഈ കേരള സ്റ്റോറിയിൽ ഇടതു വലത് മുന്നണികൾ മറന്നു. വിശപ്പകറ്റാൻ ആരും ബോംബുണ്ടാക്കില്ലല്ലോ. കേരളത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തിയത് കേരള സ്റ്റോറിയും കേരള മെത്രാന്മാരുമല്ല. അത് ഈ വിഷയത്തിൽ ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കളാണെന്ന് നിസ്സംശയം പറയാം. കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ക്രിസ്ത്യാനിയുടെ മതപഠനത്തെ ചോദ്യം ചെയ്യാൻ മത്സരിക്കുന്ന ഈ മാധ്യമ കൂട്ടങ്ങൾ ഒരു മതസ്ഥരുടെ മതപഠനത്തിലോ തീവ്രവാദത്തിനെതിരെയോ ഒന്ന് ശബ്ദിക്കാൻ മടിക്കുന്നു എന്നതും ഈ തീവ്രവാദം എവിടെ വരെ വളർന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്തായാലും തീവ്രവാദത്തിനും അക്രമ രാഷ്ട്രീയത്തിനും നേരെ വേണം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇത് കാണുന്ന ജനം പ്രതികരിക്കും. സഭാമക്കളെ എന്ത് കാണിക്കണമെന്ന് സഭയും എന്ത് കാണണമെന്ന് സഭാമക്കളും കൂടി തീരുമാനിച്ചോളാം. ഒരു പാർട്ടിയും രാഷ്ട്രീയക്കാരനും അതിൽ ഇടപെടേണ്ടതില്ല.